ആമേൻ സ്തോത്രം. ഞങ്ങളൊക്കെ ആമേൻ ഹല്ലേലൂയ കർത്താവിനെ അറിയാതെ ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ആമേൻ ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണ്. പാസ്റ്റർമാരെല്ലാം കള്ളന്മാരാണ്. ഈ ബൈബിളിൻ്റെ ഇത് കണ്ടില്ലേ കറുപ്പ്, ഈ ബൈബിളിൻ്റെ കറുപ്പ് പോലെയാണ് ഇവരുടെ മനസ്സ്. പക്ഷേ ഇത് തുറന്നു നോക്കിയാൽ അകത്ത് വെളിപ്പാടെന്നുള്ള പിന്നെയല്ലേ അറിയത്തുള്ളൂ. ബൈബിളിൻ്റെ കവറല്ലേ നമ്മൾ കാണുന്നത് അല്ലേ? അങ്ങനെ ഒരു ചിന്തയിൽ ഞാനും ജീവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല, വചനമായിട്ട് യാതൊരു ബന്ധവുമില്ല, പാസ്റ്റേഴ്സിനെ അറിയത്തില്ല, ചർച്ചും അറിയത്തില്ല. അങ്ങനെ ആണ് ഞാനും 34 വയസ്സ് വരെ 35 വയസ്സ് വരെ ജീവിച്ചു വന്നത്. സ്തോത്രം. ഈ നമ്മുടെ ഈ ജില്ല ട്രിവാൻഡ്രം ജില്ലയുടെ അങ്ങേയറ്റം കിളിമാനൂർ പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്തോത്രം ഹല്ലേലൂയ ഞാൻ ജനിച്ചു വളരാൻ ഇടയായത്. പള്ളിക്കൽ, അവിടെ അടുത്ത് പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളരാൻ ഇടയായത്. ആമേൻ സ്തോത്രം. എൻ്റെ ഫാദർ ഇത്തിരി രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. അദ്ദേഹം ഒരു അവിടുത്തെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അദ്ദേഹം പിന്നെ ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ഒരു 8-9 വർഷമായിട്ട് മരിച്ചുപോയി. 9 വർഷം അച്ഛൻ മരിച്ചിട്ട്. ആമേൻ സ്തോത്രം. എൻ്റെ ഇളയ സഹോദരി പഞ്ചായത്ത് മെമ്പറായിരുന്നു മുമ്പ്, ഇപ്പം നിന്നിട്ടില്ല, ഇനി അടുത്ത പുതിയ ആളാണ്. അപ്പോൾ ഞങ്ങളെ കുടുംബമൊക്കെ CPM-ൻ്റെ രാഷ്ട്രീയക്കാർ പാർട്ടിയായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് RSS സ്വഭാവമായിരുന്നു. അപ്പോൾ അച്ഛനും ഞാനും 2 സ്വഭാവം. അച്ഛനും ഞാനുമായിട്ട് അത്ര അച്ഛൻ്റെ രാഷ്ട്രീയമല്ല എൻ്റെ രാഷ്ട്രീയം. പക്ഷേ ഈ സമയത്തും എനിക്ക് ഇത്തിരി ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു ഹിന്ദു രീതിയിൽ. ആമേൻ സ്തോത്രം. ഞാനൊരു ഹിന്ദു നായർ സമുദായത്തിലാണ് ജനിച്ചു വളരാൻ ഇടയായത്. ഞാനാണ് മൂത്ത മകൻ. ഞങ്ങൾ 4 പേരുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്കിത് ഒരു ഭക്തി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഭക്തി. അത് സായിബാബ ദൈവമാണെന്ന് വിചാരിച്ചു. സായിബാബ നമ്മളെ മുടിയൊക്കെ വളർത്തി മരിച്ചുപോയി, അദ്ദേഹം മരിച്ചുപോയി ആന്ധ്രയിൽ. പുള്ളിക്കാരൻ ദൈവമാണെന്ന് വിചാരിച്ച് എൻ്റെ മോൻ്റെ പേര് തന്നെ സായി എന്നായിരുന്നു. മോൻ്റെ പേര് സായി, SAI. ഇപ്പം മോൻ്റെ പേര് സാം എന്നാണ്. സാം. ഇല്ല. ഐ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ നേരത്തെ ഇവൻ്റെ ഒക്കെ പ്രായമായപ്പോൾ സാറ് ചോദിച്ചു, സ്കൂളിൽ കൊണ്ട് ചേർത്തു 1ാം ക്ലാസ്സിൽ. അപ്പോൾ സാറ് ചോദിച്ചു സായി ഇതെന്തേടെ ആണോ പെണ്ണോ? അപ്പോൾ മോനെ കൊണ്ടുപോയില്ല. അപ്പോൾ ഞങ്ങളെ കൂട്ടുകാരാണ്, എൻ്റെ കൂടെ പഠിച്ച ആളാണ് അടുത്ത സാറ്. അപ്പോൾ ഞാൻ പറഞ്ഞ മോനാണ്, ഇതെന്തേടെ ആണോ വല്ല പെണ്ണു വല്ല സായി വല്ല നല്ല പേര് വല്ല ഇടുന്നത്. അപ്പോൾ ഞാൻ ക്രിസ്തുവിലേക്ക് വന്ന സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ആപ്ലിക്കേഷൻ ഇപ്പം തിരുത്താൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷൻ തിരിച്ച് വാങ്ങിച്ചിട്ട് SAI ഐൻ്റെ അവിടെ ആക്കി, ഞാൻ എഴുതുന്നില്ല, ഇങ്ങനെ ആക്കി ആക്കിയും കൊടുത്തു. ഇപ്പം അവൻ്റെ പേര് സാം എന്നാണ്. അപ്പം ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു, എൻ്റെ കർത്താവ് തുറന്നപ്പോഴത്തേക്കും അവൻ്റെ വെട്ടി അതിപ്പോൾ സാമായി അല്ലേ? സ്തോത്രം. അപ്പോൾ കർത്താവ് കണ്ണ് തുറക്കണം. കർത്താവ് കണ്ണ് തുറന്നാലേ നമ്മൾ പലതും മാറ്റം ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ ആമേൻ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഈ സായിബാബ ഭക്തനായിട്ടൊക്കെ ജീവിച്ചു വരുന്ന സമയത്ത് എൻ്റെ അളിയൻ, ആമേൻ സ്തോത്രം, അളിയൻ എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ സഹോദരൻ, അവൻ നേവിയിലാണ് ജോലി. നേവിയിൽ എന്നെക്കാൾ ഒരു 13 വയസ്സിനിടേതാണ്. അപ്പം വൈഫിൻ്റെ സഹോദരനാണ്. എന്നെ അളിയെന്നൊക്കെ വിളിക്കും, പഴയ നമ്മളെ ബന്ധത്തിലെ അളിയെന്നൊക്കെ വിളിക്കും. അപ്പോൾ ഒരു സമയം നാട്ടിൽ ലീവിന് വന്നപ്പോഴത്തേക്കും നേവിയിലായതുകൊണ്ട് ആ 3 മാസത്തിലേക്കൊക്കെ ആ സമയത്ത് 3 മാസം 6 മാസത്തിലേക്ക് ലീവിന് കിട്ടുമായിരുന്നു. വീട്ടിൽ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അളിയനൊരു പുസ്തകം ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തൊരു പുസ്തകം? അതൊരു ചുവന്ന പുസ്തകമാണ്, പേരൊന്നും പറഞ്ഞില്ല, ചുവന്ന പുസ്തകം. അപ്പോൾ സംഭവം ന്യൂ ടെസ്റ്റ്മെൻ്റാണ്, പുതിയ. അപ്പോൾ ആ പുസ്തകം എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഒരു കാസറ്റ് ഉണ്ട്, ഒരു വീഡിയോ കാസറ്റ്, ഇതൊന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കാസറ്റ് എന്ന് പറഞ്ഞപ്പോൾ സിനിമയിലായിരിക്കും. അവൻ പറഞ്ഞു ഇത് സിനിമയാണ്. അവൻ പറഞ്ഞു സിനിമയാണ്, പക്ഷേ യേശുവിൻ്റെ സിനിമയാണ്. ഞാൻ എന്തിനാണ് ഇതിൻ്റെ പേര്? അത് മഷികാ പുരാണം. ജീസസ് എന്നുള്ള സിനിമയൊക്കെ ഇറങ്ങുന്നതിന് മുമ്പാണ്. മഷികാ പുരാണം എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അത് സിനിമയാണ്, ഇതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും പ്രേനസീറും സത്യനൊക്കെ അഭിനയിക്കുന്നത് പോലെ അല്ലേ, വേഷം കെട്ടി അഭിനയിക്കുന്നത്, യേശുവായിട്ട് താടിയൊക്കെ വെച്ച് അഭിനയിക്കുന്നില്ലേ, ഒന്ന് കണ്ടു കളയാം, സിനിമയില്ലേ ഒന്ന് കണ്ടു കളയാം എന്നുള്ള രീതിയിൽ ഞാൻ ഇത് വാങ്ങിച്ചു, ബുക്ക് വാങ്ങിച്ച് മേശയ്ക്കകത്ത് വെച്ചിട്ട്. ആ സമയത്തേക്ക് ജോലിയുണ്ട്, ഇൻഷുറൻസിലാണ് എനിക്ക് ജോലി, എറണാകുളത്താണ് ജോലി. സ്തോത്രം. അപ്പോൾ ഞാനിത് വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ ജോലിക്കൊക്കെ പോയി. അടുത്ത ആഴ്ച ശനിയാഴ്ച വീട്ടിൽ എത്തി. അപ്പോൾ എറണാകുളത്താണ് മെഴ്സി എസ്റ്റേറ്റ്, രവിപുരം, അവിടെയാണ് നമുക്ക് 5 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ എത്തും. അപ്പോൾ ശനിയാഴ്ച ദിവസം ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു പത്രം രാത്രി 10 മണിയായി. ചോറൊക്കെ കഴിച്ചിട്ട് വൈഫ് ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഞാൻ അന്നത്തെ പത്രം വായിക്കാത്തതുകൊണ്ട് രാത്രി 10 മണിയൊക്കെ ആയപ്പം പത്രം എടുത്ത് ചെന്ന് പെട്ടെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ തന്ന സിനിമ ഉണ്ടല്ലോ, ഉറക്കം വന്നില്ല. അപ്പം ഈ സിനിമ എന്നാൽ യേശുവിൻ്റെ കാസറ്റ്, ഇപ്പോഴത്തെ കാലമല്ല പണ്ടത്തെ കാലമാണ്. അത് ഈ VCPയിലൊക്കെ ഇട്ട് നമ്മൾ TV കാണുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇതെടുത്ത് VCPയിലിട്ട് ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പത്രവും വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുവായിട്ട് അഭിനയിച്ച ആൾ ക്രൂശിക്കപ്പെടുന്ന രംഗം വന്നു. ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ പത്രം ഞാൻ വായിക്കുന്നുണ്ട്, പക്ഷേ ആ ക്രൂശിക്കപ്പെടുന്ന രംഗം വന്നപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം ഈ കയ്യിൽ ആണി അടിക്കുന്നു, ആണി അടിച്ചിട്ടും കിടന്ന് വിളിക്കുകയോ പിടയ്ക്കുകയോ കരയോ അങ്ങനെ ഭയങ്കര ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ പുറത്ത് ആണിയൊക്കെ അടിച്ചാൽ കിടന്ന് അല്ലേ, സിനിമയാണെങ്കിലും. അപ്പം ഞാൻ വിചാരിച്ചത് സിനിമയല്ലല്ലോ സംഭവം, ഇത് സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു നായകൻ്റെ ലക്ഷണമല്ലല്ലോ, ഒരു സിനിമാ നടൻ്റെ രീതിയല്ലല്ലോ ഇത് കാണിക്കുന്നത്. എന്ത് വ്യത്യസ്ത. അതിനു മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കത്തേ ഉള്ളൂ, കാരണം പത്രമാണ് കൂടുതൽ നോക്കുന്നത്. പക്ഷേ ആ സമയം വന്നപ്പം ഞാൻ പത്രം മടക്കി വെച്ചു. യേശുവിനെ ക്രൂശിക്കുന്ന ആ ഭാഗം വന്നു. കയ്യിൽ ആണി അടിച്ചു, നിങ്ങൾക്കറിയാമല്ലോ, 2 കയ്യിലും ആണി, കാലിലൊക്കെ ആണി അടിച്ച് ഒരു ബാലൻസ് അല്ലേ, ഒന്നും അനങ്ങാമിയാത്തൊരവസ്ഥയിൽ എത്തിയപ്പോഴും ഈ കഴുത്ത് ഇങ്ങനെ മേലോട്ട്, ഇങ്ങനെ കഴുത്തിന് മാത്രം ചെറിയ അനക്കമുണ്ട്, ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ മേലോട്ട് നോക്കി, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പുള്ള ഭാഗം, പ്രാർത്ഥിച്ച് ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ചരിയുന്നതിന് മുമ്പായിട്ടുള്ള ഭാഗം വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല എൻ്റെയും കൂടി ദൈവമാണ്. ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല എൻ്റെയും കൂടി ദൈവമാണെന്ന് ഞാൻ മനസ്സുകൊണ്ട് സമ്മതിച്ചു. 1 മണിക്കൂർ, അപ്പോൾ ആ മൊത്തം കാസറ്റ് 1.5 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂർ മുമ്പാണെങ്കിൽ എൻ്റെ എന്ന് പറയത്തില്ല, ഇത് ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമാണ്, സിനിമയാണ് എന്ന് കണ്ടു കളയാം എന്നുള്ള ലാഭത്തിലാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇത് എൻ്റെയും കൂടി ദൈവമാണല്ലോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സിനിമ അങ്ങ് തീർന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇവൻ തന്ന പുസ്തകം എടുത്തു. അപ്പോൾ ഇതുമായിട്ടുള്ള പുസ്തകമാണല്ലോ, ഇത് പുതിയ നിയമം എന്ന് എഴുതിയിരുന്നു. അപ്പോൾ അവൻ ബൈബിളാണെന്നും പറഞ്ഞിട്ടില്ല, വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള കാര്യമാണെന്നും പറഞ്ഞിട്ടില്ല. ഈ പുസ്തകം വായിക്കണം, ഈ കാസറ്റും കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പുസ്തകം കയ്യിലെടുത്തിട്ട് ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഇവൻ്റെ ഇതുമായിട്ടുള്ള ബന്ധമാണ്, യേശുമായിട്ടുള്ള ബന്ധമായിരിക്കുമല്ലോ, ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ രീതിയിൽ കണ്ണ് ഇറുക്കി അടച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് ഈ മഹാഭാരതവും അല്ലെങ്കിൽ രാമായണമൊക്കെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ കണ്ണിറുക്കി അടച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ കല്യാണം, ജോലി, ഇങ്ങനെയൊക്കെ നമ്മൾ എസ് ഓർണോ അല്ലേ, ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്താണ് ശരി, എന്താണ് തെറ്റൊക്കെ നമ്മൾ എന്നാൽ കറക്കി കുത്തുന്നു പറയൂല്ലേ, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലേ. എൻ്റെ ശരി അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചെടുക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു, പണ്ടത്തെ രീതി. ഇപ്പോഴല്ല, പണ്ടത്തെ. ഇപ്പം പലരും ബൈബിളിൽ ചെയ്യാറുണ്ടല്ലേ. ഓക്കെ, ആമേൻ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ പുതിയ നിയമം കയ്യിലെടുത്തിട്ട് കണ്ണിറുക്കി അടച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നത്, കർത്താവേ ഞാനിപ്പോൾ ഈ പുസ്തകം തുറക്കും, കിട്ടുന്ന സെൻറ്റൻസ് എന്താണോ, വചനം എന്ന് പറയാൻ അറിയത്തില്ല, കിട്ടുന്ന സെൻറ്റൻസ് എന്താണോ ഞാനത് വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിറുക്കി അടച്ച് ഈ പുസ്തകം തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വേദഭാഗം എന്ന് പറഞ്ഞത് യോഹന്നാൻ സുവിശേഷം 14:6. നിങ്ങൾക്കറിയാം യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനും. എന്നെ ആകർഷിച്ച വാക്ക് സത്യം. കാര്യം ഞാൻ സത്യസായി ബാബയുടെ ആളായിരുന്നു. സത്യസായി ബാബയാണ് ദൈവം എന്ന് വിചാരിച്ചു. എൻ്റെ മോൻ്റെ പേര് സായി എന്നാണ്, വീട്ടിൻ്റെ പേര് സായി ശ്രീ എന്നാണ്, കയ്യിൽ സായിബാബയുടെ മോതിരം കാണും. പുസ്തകം തുറന്നപ്പോൾ കിട്ടിയ സെൻറ്റൻസ് സത്യം എന്നുള്ള വാക്ക്, സത്യം. ആ വാക്ക് അവിടെ തീർന്നില്ല. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അവിടെ കോമ ഇട്ടിട്ട് പറഞ്ഞു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൽ എത്തുന്നിക്കാം. അപ്പോൾ ഈ പുതിയ നിയമത്തിനകത്ത് യേശുവിനെ കുറിച്ച് ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. പുതിയ ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വചനമാണെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള പുസ്തകം കിട്ടാൻ വേണ്ടി അവരിലുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി രാത്രിയൊക്കെ തപ്പി നോക്കി, അവരെ ഓട്ടോഗ്രാഫൊക്കെ എടുത്ത് നോക്കി, അവർ ഡയറിയൊക്കെ എടുത്ത് നോക്കിയിട്ട് അവരെ അന്ന് കണ്ടില്ല. മാത്രമല്ല ഒരു ഫോൺ, അന്നത്തെ കാലത്ത് ലാൻഡ് ഫോണൊക്കെ ഉള്ളൂ, ഫോൺ നമ്പരൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ പിറ്റേ ദിവസം രാവിലെ ട്രിവാൻഡ്രത്തേക്ക് എൻ്റെ ജോലി ട്രാൻസ്ഫറായി വരുന്ന സമയമാണ്. ഞാൻ കൊച്ചിയിലാണെന്ന് ഞാൻ പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് എൻ്റെ ജോലി ട്രാൻസ്ഫറായിട്ട് എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് വരണം. അപ്പോൾ ഞാനൊരു ലാംബിയ സ്കൂട്ടർ, പണ്ടത്തെ ലാംബിയ സ്കൂട്ടർ, ലാംബിയ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്നോ, പഴയ സ്കൂട്ടർ അതില്ലേ. പണ്ട് ലാംബിയ ഉള്ള ആൾ രാജാവാണ്. ലാംബിയ സ്കൂട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ, അന്ന് ആർക്കും സ്കൂട്ടറൊന്നും ഇല്ലാത്തൊരു കാലമാണ് പഴയ. ആമേൻ. അങ്ങനെ ആ സ്കൂട്ടറിൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത, ഇതുപോലെ ഇങ്ങനെ വാക്യം എഴുതി വെച്ചേക്കുന്ന പള്ളികളൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ കഴക്കൂട്ടം ഭാഗത്ത് വന്നപ്പം ഞാൻ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും സഭയിൽ ഇങ്ങനെ വാക്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സഭയിൽ, ആ പള്ളി ക്രിസ്തീയ പള്ളിയാണല്ലോ, അവിടെ കയറി യേശുവിനെ കുറിച്ചുള്ള പുസ്തകം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ കത്തോലിക്ക സഭയെന്നോ പെന്തക്കോ സഭയെന്നോ CSS സഭയെന്നോ എനിക്ക് അറിയത്തില്ല, അന്നറിയത്തില്ല. ക്രിസ്ത്യാനികളെല്ലാം ഒരു ജാതിയാണ്. ഹിന്ദുക്കൾക്കാണ് ഇഷ്ടം പോലെ ജാതിയുണ്ട് അല്ലേ. മുസ്ലിങ്ങൾക്കും അറിയാം, സിയ സുന്നി എന്നൊക്കെ പറയും. പക്ഷേ ക്രിസ്ത്യൻസ് എല്ലാം ഒരു ജാതി, ഒരു ചർച്ച എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോഴല്ലേ അറിയത്തുള്ളൂ എന്തെല്ലാം ഐറ്റം ചർച്ചസ് ഉണ്ടെന്നല്ലേ. അങ്ങനെ എൻ്റെ വണ്ടി ഇങ്ങനെ ബൈക്ക്, ഞാൻ ലാംബിയ സ്കൂട്ടറിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം നമ്മുടെ പട്ടം വന്നു. പട്ടം പ്ലാമൂട് അറിയാമല്ലോ നിങ്ങൾക്ക്, പട്ടം പ്ലാമൂട് അവിടെ ഒൻപയാണ്. ആ പ്ലാമൂട് വന്നപ്പോഴത്തേക്ക് ആ ഏജ് ചർച്ച്, ഇപ്പോഴും ചർച്ച അവിടെ ഉണ്ട്, ഏജ് ചർച്ച്. ആ ചർച്ചിൻ്റെ മതിൽ ഇങ്ങനെ വാക്യമൊക്കെ എഴുതി, കർത്താവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു. അപ്പം എന്തായാലും ശരി, ഇതൊരു ചർച്ചാണ്. ഇത് പെന്തക്കോസ്തൽന്ന് എനിക്കറിയത്തില്ല, ഏതോ ചർച്ചാണ്, അങ്ങോട്ട് കയറാം. അല്ല, ഭാഗ്യവശാൽ രൂത്ത് ബോവസിൻ്റെ വയലിലായെന്ന് പറഞ്ഞ പോലെ എൻ്റെ വണ്ടി, എൻ്റെ സ്കൂട്ടർ അങ്ങോട്ടങ്ങ് കയറ്റി ഭാഗ്യവശാൽ.
അതൊരു പെന്തക്കോസ് ചർച്ച ആയതുകൊണ്ട് ഞാൻ ഇന്നൊരു പെന്തക്കോസ് പാസ്റ്ററായി. അതൊരു കത്തോലിക്ക ചർച്ച ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കത്തോലിക്ക അച്ഛനായി പോകുമായിരുന്നു. എന്തായാലും ദൈവം എന്നെ കണ്ടു. മേശോത്രം അങ്ങനെ ആ ചർച്ചിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അതൊരു തിങ്കളാഴ്ച ദിവസമാണ്. അന്നിരുന്ന പാസ്റ്റർ മാത്യു പാസ്റ്റർ, അദ്ദേഹം 10-20 വർഷം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹം അല്ല. അപ്പോൾ ആ ഒരു ഉണക്ക ഒരു കറുത്തൊരു മെലിഞ്ഞ മനുഷ്യൻ ഒരു 10 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാസറ്റ് കണ്ടു, വീട്ടിൽ ഇരുന്ന് രാത്രി കാസറ്റ് കണ്ടു, യേശുവിനെ ഇഷ്ടമായി. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള പുസ്തകം വേണം. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള പുസ്തകമാണ് ഈ പുതിയ നിയമം എന്നുള്ളത് എനിക്കറിയത്തില്ല. പുള്ളി പറഞ്ഞു ബൈബിളിലാണ് ഏറ്റവും കൂടുതൽ യേശുവിനെ കുറിച്ചൊക്കെ ഉള്ളത്, ഒരു ബൈബിൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നോക്കിയോ അവിടെ ബൈബിൾ കണ്ടില്ല, പുള്ളി എടുത്തിരുന്നത് പുതിയ നിയമ പുസ്തകം. ഞാൻ പറഞ്ഞു ഇതെൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നലെ എൻ്റെ അളി നന്നാന്ന് പറഞ്ഞു, ഇതിലുണ്ടല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം 5,85,000 രൂപ 5,85,000 രൂപ കടമുണ്ട് ആ സമയത്ത്. എൻ്റെ ഫാദർ രാഷ്ട്രീയക്കാരനാണ്, അപ്പം എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യുന്ന രാഷ്ട്രീയക്കാരനാണ്. ഇങ്ങോട്ട് പൈസ ഒന്നും വാങ്ങിക്കത്തില്ല, അങ്ങോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കടമെല്ലാം വരുന്നത് എനിക്കാണ് സ്വന്തം. പിന്നെ സഹോദരി അയച്ചതിൻ്റെയൊക്കെ കടമുണ്ട്, വീട് റിപ്പയർ ചെയ്തൊക്കെ കടം. അപ്പോൾ എനിക്ക് നല്ല ജോലിയുണ്ട്, ഇൻകം ടാക്സ് കൊടുക്കുന്ന ജോലിയുണ്ട് ആ സമയത്ത്, അല്ലേ. ഇൻഷുറൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ കൊച്ചു ജോലിയല്ലേ, സ്വന്തമായിട്ട് കാറും ഡ്രൈവറും ഒക്കെ ഉണ്ട് ആ സമയത്ത്. പക്ഷേ എങ്കിലും ഈ വീട്ടിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 5,85,000 എനിക്ക് അന്ന് കടമുണ്ട്. അപ്പം ഞാൻ ഈ ദേവദാസനോട് പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരൻ നിൽക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രാമോഡ് ഏജ് കണ്ടിട്ടുണ്ടോ? 1000-800 പേരൊക്കെ ഇരിക്കാവുന്ന വലിയ സഭയാണ്. ആ സഭ ഇപ്പോഴത്തെ കൂടെ വലുതാക്കി, അന്ന് അത്രയും വലുതല്ല. അപ്പോൾ ആ സഭയിൽ ദേവാസനം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം മുട്ടുമേലെ നിന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. മുട്ടുമേലൊക്കെ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാനും മുട്ടുമേലൊക്കെ നിന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കർത്താവ് ഈ സഹോദരനെ ഇപ്പം പരിചയപ്പെട്ടതിനായിട്ട് സ്തോത്രം. ഇന്നലെ അദ്ദേഹം കാസറ്റ് 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ സഹോദരൻ്റെ 5,85,000 രൂപ കടഭാരം മാറിയതിനായി സ്തോത്രമൊന്നും. ഞാൻ കണ്ണു തുറന്നു നോക്കിയൊക്കെ വല്ല കുഴപ്പമുണ്ടോ? കാരണം എൻ്റെ ഫിയറ്റ്, അന്ന് എനിക്ക് ഫിയറ്റ് കാറും കൂടെ ഉണ്ട്. ഫിയറ്റ് കാറിൻ്റെ അതിൻ്റെ ബുക്കും പേപ്പറും കലക്കൂട്ടത്ത് ഒരു എൻ്റെ ഒരു സുഹൃത്ത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വെച്ചിട്ട് ഞാൻ 3 ലക്ഷം രൂപ 3 രൂപ പലിശയ്ക്ക് എടുത്തൊക്കെ ഉണ്ട് പൈസ. അപ്പം ചെക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ, അല്ലേ. അപ്പോൾ എൻ്റെ ഈ 5,85,000 രൂപയിൽ വേറെ ചിലരിൽ നിന്ന് കടം വാങ്ങിച്ചതുകൊണ്ട് വണ്ടിയുടെ ബുക്ക് വെച്ചിട്ട് പൈസ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മാറിയെന്ന് ഇയാൾ പറയുന്നു. അപ്പോൾ ഇതെന്തെങ്കിലും എൻ്റെ വണ്ടി അത്ര എൻ്റെ ഉള്ളൂ, ബുക്ക് RC ബുക്ക് നാട്ടുകാരൻ്റെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇതെന്ത് എനിക്ക് അറിയത്തില്ലല്ലോ. പുള്ളി പറയുകയാണ്, വീണ്ടും പറയുകയാണ്, ഈ സഹോദരൻ്റെ 5,85,000 രൂപ കർത്താവ് മാറ്റിയതിനായി സ്വത്രം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഇദ്ദേഹം മാറിയിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ മാറാൻ വേണ്ടി ഇദ്ദേഹം അപേക്ഷിക്കുക. അപ്പം ഞാൻ എൻ്റെ ഭാര്യ ഒരു 3 വർഷമായിട്ട് ഓപ്പണായിട്ട് നമ്മളെ പഴയ ദൈവങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, അല്ലേ, കടഭാരം മാറണമെന്നൊക്കെ. പക്ഷേ ഈ ദൈവദാസന്, അപ്പോൾ എൻ്റെ കടഭാരം മാറാൻ ഈ ദൈവദാസന് ഇത്രയും ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന് എന്നോട് ഇത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് എന്നോട് എത്ര സ്നേഹം കാണും. എൻ്റെ താല്പര്യത്തെ കൂട്ടി ഞാൻ, അല്ലേ, യേശുക്രിസ്തുവിൻ്റെ കർത്താവിൻ്റെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആ സിനിമ കണ്ടതും ആ വചനം കേട്ടതും, വചനം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ യോഹന്നാൻ 14:6 കിട്ടിയതും അതുപോലെയായിരുന്നു ഈ ദിവസൻ്റെ പ്രാർത്ഥന. എൻ്റെ താല്പര്യത്തെ വർദ്ധിപ്പിച്ചു. ആമേൻ. അങ്ങനെ ചുരുക്കി ഞാൻ പറയാം. അപ്പോൾ എനിക്ക് ജോലി ഇങ്ങോട്ട് ട്രാൻസ്ഫറായി, ട്രിവാൻഡ്രത്തേക്ക് വന്നു. ആമേൻ. ഇദ്ദേഹം പറഞ്ഞു ഇവിടെ സഭയാണ്, അവിടെ അടുത്താണ്, ഞങ്ങൾക്ക് ഇവിടെ PMGയിലാണ് ഞങ്ങളുടെ ഓഫീസ്. അപ്പം ഇങ്ങോട്ട് ഇറക്കം ഇറങ്ങിയാൽ മതി, അവിടെ ഓഫീസാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെ വരണമൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നു. ഞാൻ 4 മാസം ആ ചർച്ച കഴിഞ്ഞപ്പോൾ ആ സഭയിൽ തന്നെ സ്നാനപ്പെട്ടു. സ്തോത്രം. മക്കളെ നല്ലതാണ്, അല്ലേ, നമ്മൾ എത്രയോ വിശ്വാസം നല്ലതാണ്. പക്ഷേ കർത്താവിനെ അറിഞ്ഞിട്ട് എത്രയോ വർഷമായിട്ടും പാസ്റ്റർമാരെയും പരിചയം സ്ഥാനപ്പെടാതെ, അല്ലേ, ഇങ്ങനെ മുങ്ങി നടക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ കർത്താവ് നല്ലതാണെന്ന് മനസ്സിലായാൽ സ്ഥാനപ്പെട്ടോണ്ട്. മക്കളെ ആമേ. നല്ല ഇങ്ങനെ പറയും, സംസ്കൃതത്തിൽ ഇങ്ങനെ പറയും, ശുഭസ്യ ശീഘ്രം. നല്ല കാര്യം പെട്ടെന്ന് ചെയ്യണം. നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ താമസിച്ചാൽ ചിലപ്പോൾ നമ്മുടെ പിശാച് പ്രവർത്തിക്കും. അതുകൊണ്ട് എന്തായാലും ശരി 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ സ്നാനപ്പെട്ടു. പിന്നെ അല്ലേ പ്രശ്നം, സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലൊക്കെ അപ്പോൾ ആർക്കും അറിയത്തില്ല, അറിയാതെ വൈഫിന് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും അറിയത്തില്ല. അപ്പോൾ ആദ്യമൊക്കെ സാറെന്നൊക്കെ വിളിച്ച ആൾക്കാർ സാറെ വിളിയൊക്കെ മാറി. കുറച്ച് കഴിഞ്ഞിട്ട് ഡേന്നായി, പിന്നെ ഡാന്നായി, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ 8 മാസം കഴിഞ്ഞപ്പോൾ അച്ചായോ. ഞങ്ങളുടെ നാട്ടിൽ അച്ചായന്മാരും ഇല്ല. ഈ കിളിമാനൂർ പള്ളിക്കൽ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ്, ഏറ്റവും കൂടുതൽ മുസ്ലിംസും ഹിന്ദുക്കളും മാത്രമുള്ള ഏരിയയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യവൻ്റെ കാര്യം പോക്ക് തന്നെ, അവൻ അച്ചാനായി അവൻ എന്തെങ്കിലും പാപം ചെയ്ത്, ഞാൻ എന്താ പാപിയായെന്നാണ് അവർ ധരിച്ചത്, അല്ലേ. ഞാൻ എന്തെങ്കിലും മഹാപാപം ചെയ്ത് നല്ല വ്യക്തിയായിരുന്നു, പക്ഷേ എന്തോ ചെന്ന് പെട്ടുപോയി എന്നാണ് അവരൊക്കെ ധാരണ. പക്ഷേ ഇപ്പോൾ അതൊക്കെ പറയത്തില്ല, അന്നത്തെ ധാരണ. ആമേ സ്വത്രം. ഇതെല്ലാം സഹിക്കാം. എൻ്റെ ഭാര്യ ഞാൻ രക്ഷിക്കപ്പെട്ട് 8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ കിളിമാനൂർ സഭയെന്നൊക്കെ അറിഞ്ഞു. പിന്നെ ഞാൻ കിളിമാനൂർ സഭയിലാണ് പോണത്. ഞായറാഴ്ച ദിവസം കിളിമാനൂർ സഭയിൽ പോകും. ഞങ്ങളുടെ അടുത്താണ് കിളിമാനൂർ. ഞാൻ പള്ളിക്കലാണ്, ഒരു 8 കിലോമീറ്ററേ ഉള്ളൂ.
അപ്പോൾ ഞാനൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് രാവിലെ പറഞ്ഞ് കാപ്പിയൊന്നും വേണ്ട, ചായ മാത്രം മതി, പുട്ട് വേണമെന്ന് പറഞ്ഞു. പുട്ടായിരുന്നു അന്നത്തെ ദിവസം. ഞാൻ ചായയൊക്കെ കുടിച്ച് ചായ കൊണ്ടുവച്ചു, മേശപ്പുറത്ത് കൊണ്ടുവച്ചു. അപ്പം എൻ്റെ ഭാര്യയെ വിളിക്കുക, അച്ചായോ ചായ കുടിയെന്ന്. അപ്പോൾ ഇതുപോലെ എന്നെ അച്ചായെന്ന് വിളിച്ചിട്ടില്ല, അന്ന് മാത്രമേ. അപ്പോൾ ഞാൻ ചേട്ടാ യോക്കെന്തിനെ പറ്റി, എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് RS ഉണ്ട്, അവർ കളിയാക്കും, അച്ചായെന്ന് കൊണ്ട് പോകണമൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഞാനെന്തോ പാവം ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ചായ കൊണ്ട് വെച്ചിട്ട് ഭാര്യ പറയണം, അച്ചായോ ചായ കുടിയെന്ന് വെച്ച്. അപ്പോൾ ഞാൻ വെച്ചു, യവക്കും തുടങ്ങി കുഴപ്പം എന്തോണം. ഞാനെടുത്ത് ചായ കുടിച്ചപ്പോഴത്തേക്കും മധുരം ഇട്ടിട്ടില്ല. കാരണം ആ സമയത്ത് എനിക്ക് ശരിക്കും മധുരം കഴിക്കുമായിരുന്നു. എൻ്റെ വൈഫും ഞാൻ ചായക്ക് മധുരം ഇടാതെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, അച്ചായോ കുടിയെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് കുടിച്ചപ്പോൾ മനസ്സിലായി എവിടെ മനഃപൂർവ്വം ചായ അവിടെ ഇരിപ്പുണ്ട്, ഡൈനിങ് ടേബിളിൽ അവിടെ കബോർഡിൽ ഇരിപ്പുണ്ട്, പഞ്ചസാരയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കിടന്ന് ജോലിയൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് പഞ്ചാര മാറ്റിയിരിക്കുന്നത് സ്വല്പം എടുത്തിട്ട് അവർക്ക് പറ്റിയില്ലല്ലോ. അവിടെ കളിയാക്കാനായിരിക്കും. എന്തായാലും ശരി, ഞാൻ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബഹുത്ത് അച്ഛ കൊള്ളാം, ബഹുത്ത് അച്ഛ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. തിരിച്ച് ഞാൻ വന്നു. ഉപവാസം കഴിഞ്ഞ് രാത്രി 8 മണിക്ക് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഭാര്യ എൻ്റെ അടുത്ത് നിന്ന് കരയാണ്. എത്ര പൊക്കമാണ് ഭാര്യയ്ക്ക്. അന്ന് ഞാൻ വെള്ളം ഉടുപ്പായിട്ടിരുന്നത്. അപ്പോൾ നിന്ന് കരയുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറ്റി, അപ്പോൾ തലവേദനയൊക്കെ എടുക്കാറുണ്ട് ചില. അപ്പം ഞാൻ തലവേദന വല്ലതാണോ നല്ല ഒരു കാര്യമാണ് നമ്മൾ. ഞാൻ പറഞ്ഞു, നീ കാര്യം പറയുമ്പോൾ അവൾ എൻ്റെ നെഞ്ചിലോട് ചേർന്ന് നിങ്ങൾ കരയുകയാണ്, ഇങ്ങനെ കണ്ണുനീരായി. ഞാൻ കാര്യം പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നും ഇതുപോലെ ലാമ്പിയ സ്കൂട്ടറിൽ അവിടെ വീട്ടിൽ കയറ്റൊക്കെ അടച്ചിട്ട് ഡൈനിങ് ടേബിളിൽ തന്നെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത്, അച്ഛൻ്റെ സഹോദരി, ഞങ്ങളുടെ അപ്പച്ചിന്ന് വിളിക്കും, ഇപ്പോൾ അവരില്ല, മരിച്ചുപോയി. അച്ഛൻ്റെ സഹോദരി വീട്ടിൽ വന്നു. അച്ഛൻ്റെ സഹോദരി വീട്ടിൽ വന്നത് കരഞ്ഞ് വിളിച്ചാണ് വന്നത്. അതായത് അച്ഛന് എൻ്റെ അച്ഛന് 4 മക്കളുണ്ട്, മൂത്ത ആൾ ഞാനാണ്. ഈ മൂത്ത ആളായ ഞാൻ ആണായതുകൊണ്ട് അച്ഛൻ മരിക്കുമ്പോൾ ഈ അന്ത്യകർമ്മം ചെയ്യാന്ന് പറയും, വായ്ക്കരി ഇടുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വായിൽ റേഷനരിയല്ല അല്ലേ, വായ്ക്കരി ഇടുക ചടങ്ങാണ്. എന്ന് പറഞ്ഞാൽ പൂവും അതിൻ്റെ ഇതൊക്കെ ഉണ്ട് കർമ്മം. അതിൻ്റെ അരി ഇങ്ങനെ അല്ലേ, അരിയൊക്കെ വായി ഇട്ടിട്ട് ഇങ്ങനെ തിന്നാൻ പറയുന്നത്, തിന്നാക്കത്തില്ല, മരിച്ച ആൾ തിന്നത്തില്ല, അങ്ങനെ ഒരു കർമ്മം. അപ്പോൾ ഈ അന്ത്യകർമ്മം ചെയ്യേണ്ട ആൾ ഞാനായതുകൊണ്ട് ഞാൻ ഇങ്ങനെ മതം മാറി ക്രിസ്ത്യാനി ആയി പോയതുകൊണ്ട് അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ അന്ത്യകർമ്മം ചെയ്യാനായിട്ട് മക്കൾ വേറെ, എനിക്ക് അനിയനുണ്ട്, അത് ഏറ്റവും ഇളയാളാണ്. അപ്പോൾ ഞങ്ങൾ 4 പേര്, 2 പെണ്ണും 2 ആണും. അപ്പോൾ മൂത്ത മകൻ ഇങ്ങനെ മതം മാറിപ്പോയതുകൊണ്ട് എൻ്റെ സഹോദരൻ മരിക്കുമ്പോൾ അനാഥനായി പോകുമല്ലോ എന്നുകൊണ്ടാണ് അപ്പച്ചി കരഞ്ഞു വിളിച്ച് വന്നത്. പക്ഷെ കരഞ്ഞു വിളിച്ച് വന്നിട്ട് അപ്പച്ചി ഒരു കാര്യം പറഞ്ഞു, എങ്കിലും ഇപ്പോൾ അവൻ്റെ ദൈവം അവനെ വിളിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തേലും എങ്കിലും ഇപ്പോൾ അവൻ്റെ ദൈവം അവനെ വിളിച്ചതാണ്. എനിക്കൊന്നും മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ, അതുപോലെ എനിക്കൊന്നും മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്തിനാണ് അപ്പച്ചി ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അപ്പം ഞാൻ ഷർട്ടൊക്കെ ഊരി അവിടെ ഇരിക്കുകയാണ്. അപ്പം വൈഫും അവിടെ ഇരുന്നു. അപ്പോൾ അപ്പച്ചി വന്നിട്ട്, അപ്പച്ചി അപ്പോൾ പറഞ്ഞ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോണത്. തീർക്കാം മേശോത്രം. അപ്പോൾ അപ്പച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛനും സഹോദരി 2 പേരേ ഉള്ളൂ, ആണായിട്ട് അച്ഛനും പിന്നെ ഈ സഹോദരിയേ ഉള്ളൂ. അപ്പോൾ പണ്ട് എൻ്റെ അമ്മയെ 16 വയസ്സിൽ വിവാഹം കഴിച്ചു. പണ്ടത്തെ കാലം 16 വയസ്സിൽ, ഇപ്പോഴല്ല 16 വയസ്സിൽ. സഹോദരി അമ്മയുടെ ചേച്ചി 18 വയസ്സ്. 2 പേരും കൂടെ വീട്ടിൽ തന്നെ മുറ്റത്ത് പന്തലൊക്കെ ഇട്ടിട്ട്, അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ആഡിറ്റോറിയൊന്നുമില്ല, പന്തലൊക്കെ ഇട്ട് അങ്ങനെ കല്യാണം കഴിച്ച് അയച്ചു. പക്ഷേ 16 വയസ്സായ അമ്മ 20 വയസ്സിലാണ് എന്നെ പ്രസവിക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് അതിന് മുമ്പ് 3 പ്രാവശ്യം അബോർഷനായിട്ടുണ്ട്. അമ്മ 3 പ്രാവശ്യം അബോർഷൻ, നിങ്ങൾക്കറിയാം ആദ്യമായിട്ടൊക്കെ അബോർഷനൊക്കെ ആവുന്നത് വളരെ പാടാണ്. അപ്പോൾ എന്നെ അമ്മ ഗർഭം ധരിച്ചിരിക്കുകയാണ് 3ാമത്തെ പ്രാവശ്യം. 3 പ്രാവശ്യം അബോർഷനായി, അടുത്ത അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് 19 വയസ്സ് അമ്മയ്ക്ക് പ്രായമുള്ളൂ. അപ്പോൾ 19 വയസ്സാണ്. ഈ 19 വയസ്സ് പ്രായത്തിൽ പഴയ കാലഘട്ടമാണ്. ഇപ്പോഴത്തെ നിങ്ങളിത് 18, 16 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ആവശ്യമായിരിക്കും. അപ്പം ഈ 19 വയസ്സായ അമ്മയ്ക്ക് 3 മാസം ഗർഭമാണ്. അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ബ്ലീഡിങ് ഉണ്ടായി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, നമ്മളെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അടുത്ത SITയിൽ അവിടെ അഡ്മിറ്റായി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആണ്, യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് സേഫ്, സുഖമായിട്ട് പ്രസവിക്കുന്നത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തായാലും യൂട്രസ് റിമൂവ് ചെയ്താൽ തള്ളയ്ക്ക് സേഫാണ്, അല്ലെങ്കിൽ കൊച്ചിൻ തള്ളയൊക്കെ സേഫാണെന്ന് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ആ ഡോക്ടർ പറഞ്ഞു, കൊട്ടിയം ഹോസ്പിറ്റലിൽ ഡോക്ടർ മേരി ക്യൂൻ എന്ന് പറയുന്ന ഒരു ലേഡി ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അവർ അമേരിക്കയിൽ നിന്ന് ചാർജ് എടുത്ത സമയമാണ്. ഈ കൊട്ടിയം എന്ന് പറഞ്ഞാൽ കൊട്ടിയത്ത് ഈ ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആണ്. അത് കത്തോലിക്ക ഹോസ്പിറ്റലാണ്, കൊട്ടിയം കത്തോലിക്ക ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ഇന്നൊരു മെഡിക്കൽ കോളേജിൻ്റെ ഫെസിലിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അവിടെ പോയി ആ ഡോക്ടർ മേരി ക്യൂണിനെ കാണാമെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്ന പേഷ്യൻസിനെ അങ്ങും വേറെ വിടാറില്ല. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു, അവരെ അവിടെ അഡ്മിറ്റ് ആക്കിയില്ലെങ്കിൽ തിരിച്ചു വന്നാൽ മതി, ഞങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടറെ തൊണ്ടുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ആംബുലൻസിൽ ഹെവി ബ്ലീഡിംഗ് ആണ്. ആ സമയത്ത് അച്ഛനും അച്ഛൻ്റെ അമ്മൂമ്മയും
ഈ സഹോദരിയും എല്ലാം കൂടെ എൻ്റെ അമ്മ 19 വയസ്സേ ഉള്ളൂ, 19 വയസ്സുള്ള നായർ സമുദായത്തിൽ ജനിച്ച് വളർന്ന ഒരു സഹോദരി 3 മാസം ഗർഭമാണ്. അങ്ങനെ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ ചെന്ന് ആ ഡോക്ടർ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നോക്കി രോഗിയും പരിശോധിച്ചിട്ട് ആ ലേഡി ഡോക്ടർ അവർ വളരെ ഫേമസ് ആണ്. അവരിപ്പോൾ മരിച്ചിട്ട് ഒരു 5-6 വർഷമേ ഉള്ളൂ. അവർ തെങ്കാശിയിൽ അവർക്ക് ദന്തൽ കോളേജൊക്കെ ഉണ്ട്, അവരുടെ പേരിൽ ദന്തൽ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട് അവരുടെ പേര്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു വെരി സോറി, ഇത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് സേഫ്, എങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. അന്നത്തെ കാലത്ത് ഡോക്ടർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണെന്നൊരു ധാരണ സമൂഹത്തിലുണ്ട്. എന്തായാലും അച്ഛൻ്റെ അമ്മ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, ആ ഡോക്ടറെ അല്ലേ, പഴയ കാലമാണ്, ഡോക്ടർ സാറേ ആണായാലും പെണ്ണായാലും ഒരു കുഞ്ഞിക്കാല് കാണണം, എനിക്ക് എൻ്റെ മോനാണ്, അവന് തലമുറയില്ലാതായി പോവും. അതുകൊണ്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു പ്രസവം കഴിഞ്ഞാൽ പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യാമെന്ന് എൻ്റെ അമ്മൂമ്മ ഡോക്ടറത്തെ കാല് പിടിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ ബെഡ് റെസ്റ്റാണ്, ചില മാസങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തു. അമ്മ അവിടെ ഹോസ്പിറ്റലാണ്. പക്ഷേ അഡ്മിറ്റ് ചെയ്തതിന് പിറ്റേ ദിവസം അഡ്മിറ്റായ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഷുവർട്ടി ഞാൻ പറയുന്നില്ല, നോക്കാം, ഞങ്ങൾ ഡോക്ടേഴ്സാണ്, പക്ഷേ ഞങ്ങൾ തന്നെ നേഴ്സുമാരും വാർഡിൽ പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ആ ഹോസ്പിറ്റലിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതിമയും മറ്റേ മറിയയുടെ ഒക്കെ പ്രതിമ ഇരിപ്പുണ്ട്. അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവിടെ ഒരു ഇതിനേക്കാളും വലിയൊരു റിസപ്ഷൻ കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നേഴ്സും ഡോക്ടേഴ്സും കൂടെ പ്രാർത്ഥിച്ചിട്ടാണ് വാർഡിലൊക്കെ പോകുന്നത്. ആ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ വൈദ്യന്മാരാണ്, ഞങ്ങൾക്ക് മോളിലൊരു മഹാവൈദ്യനുണ്ട്, അത് കർത്താവായ യേശുവാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഷുവർട്ടി പറയുന്നില്ല, എന്തായാലും ഇവിടെ അഡ്മിറ്റാക്കാം എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റാക്കി. അതുകൊണ്ട് എൻ്റെ അമ്മയും ഓപ്പോസിറ്റ് ബെഡിൽ കിടന്ന ഒരു സഹോദരിയിൽ നിന്നും ഇതുപോലെ ഇന്നത്തെ പോലെ ഷാളൊന്നും അന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, തോർത്തോ അല്ലെങ്കിൽ ആപ്സാരി എന്തെങ്കിലും ആയിരിക്കും വാങ്ങിച്ച് തോളിയിട്ടുകൊണ്ട്, ഇതുപോലെ ഷാളൊന്നും ഒന്നും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അമ്മയും ഇങ്ങനെ തലയിൽ കൂടെ ഇട്ടുകൊണ്ട് ഇത് തോർത്തൊക്കെ ഇട്ടുകൊണ്ട് 2 ദിവസം രാവിലെ പ്രഭാതത്തിലുള്ള ഹോസ്പിറ്റലിൻ്റെ അങ്കണത്തിലുള്ള പ്രഭാത പ്രാർത്ഥന, അത് 10-15 മിനിറ്റേ ഉള്ളൂ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ അമ്മ 2 ദിവസം മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. അമ്മയുടെ പ്രാർത്ഥന ഇതേ ഉള്ളൂ, ആണായാലും പെണ്ണായാലും എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് തരണം. 3 പ്രാവശ്യം കൊണ്ട് അബോർഷൻ ആയിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ പ്രാർത്ഥന. അപ്പോൾ യേശുവിനെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിൻ്റെ പ്രതിമയൊക്കെ ഇവിടെ ഉണ്ട്, പ്രാർത്ഥിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, ആ ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ എന്നെ നോർമലായിട്ട് പ്രസവിച്ചു. ഒന്ന് കരമുയർത്തിന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരമുയർത്തി സ്തുതിക്കാൻ പറഞ്ഞ കാരണം, ഇതുപോലെ അബോർഷനായി പോയെങ്കിൽ അല്ലേ, നിങ്ങളാരും കാണാതെ ഹോസ്പിറ്റലിൻ്റെ ബക്കറ്റിൽ പോകേണ്ട ഒരു മാംസപിണ്ഡമായിട്ട് പോകേണ്ട വ്യക്തി, 3 മാസം എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, രൂപമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ വെറും ഒരു മാംസപിണ്ഡമായിട്ട് പോകേണ്ട വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇന്നിവിടെ മൈക്കും പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ യേശുവിനെ ഉയർത്താൻ ആമേൻ നിൽക്കുന്നെങ്കിൽ നിങ്ങളുടെ അല്ലേലി ഇത് പോരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, ആമേൻ. അങ്ങനെ അമ്മ എന്നെ നോർമലായിട്ട് പ്രസവിച്ചു. പിന്നെ മറ്റു പല ഹോസ്പിറ്റലായിട്ട് വേറെ 3 മക്കളെ, അങ്ങനെ 4 മക്കളെ. എല്ലാ പ്രസവവും നോർമലായിരുന്നു. സഹോദരിമാർക്ക് അറിയാം, ഈ നോർമൽ അല്ലെങ്കിൽ 4 പ്രസവിക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. ഈ 4 മക്കളെ തന്നത് യേശു ആണെന്നുള്ള സത്യം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ അച്ഛനും അമ്മയ്ക്കും പറയാൻ നാണക്കേട്. പക്ഷേ ഇത് അറിയാവുന്ന അപ്പച്ചി വീട്ടിൽ എൻ്റെ വൈഫ് എന്നെ രാവിലെ പഞ്ചസാര ഇടാതെ അച്ഛ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയ ഭാര്യയുടെ മുമ്പിൽ, അന്ന് ഭാര്യ എന്നെ കളിയാക്കിയിട്ടിരിക്കുകയാണ് അല്ലേ, അരപ്പാവി കൂടെ മുഴുപ്പാവിയാവെന്ന് പറഞ്ഞവരാണ്. ഉടനെ അപ്പച്ചി വന്നിട്ട് പറയുകയാണ്, എങ്കിലും ഇപ്പോൾ അവൻ്റെ ദൈവം അവനെ വിളിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞങ്ങൾ അവനെയൊക്കെ വളർത്തി അല്ലേ. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ ഭാര്യ അന്ന് കൊട്ടി ഹോസ്പിറ്റലിൽ വെച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്നാണല്ലോ ഈ കൊച്ചുണ്ടായത്, ഈ മോനുണ്ടായത്. യവനെ ഇത്രയും 34 വയസ്സ് 35 വയസ്സ് വരെ വിളിക്കാതിരുന്ന യവനെ ഇപ്പം അവൻ്റെ ദൈവം വിളിച്ചല്ലോ. ഞങ്ങൾ ഇത്ര നാൾ വളർത്തിയെങ്കിലും അന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ അടുക്ക് തന്നെ അവൻ്റെ വിലയ്ക്ക് വേണ്ടി പോയല്ലോ എന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്തോത്രം. അതാണ് പറഞ്ഞത്, എങ്കിലും ഇപ്പോൾ അവൻ്റെ ദൈവം, അവരുടെ ദൈവമല്ല, നമുക്ക് ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ട് ആ സമയത്ത്. അവൻ്റെ ദൈവമല്ല, അവരുടെ ദൈവമല്ല, അവൻ്റെ ദൈവം, എൻ്റെ ദൈവം യേശുക്രിസ്തു അവനെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് കരയുന്നതാണ് എൻ്റെ സഹോദരൻ. അവരെ സഹോദരൻ മരിക്കുമ്പോൾ വായ്ക്കരിയിടാൻ ആളില്ലാത്തതുള്ള അതിൻ്റെ അന്ത്യകർമ്മം ചെയ്യാൻ എന്നെ കിട്ടത്തില്ലെന്നുള്ള ദുഃഖം കൊണ്ടാണ് ഇവരെ അറിയാതെ ഇനി പറഞ്ഞു പോയത്. അപ്പോൾ എന്നെ കളിയാക്കിയ ഭാര്യ ഞാൻ രാത്രി വന്നപ്പം കരഞ്ഞതിൻ്റെ കാരണം തലവേദനയല്ല, അവരുടെ മനസ്സിന് വേദന ഉണ്ടാകുന്നൊരു സാക്ഷ്യം ദൈവം കൊടുത്തു. അപ്പോൾ പണ്ട് ഞാൻ വഴക്ക് പറയുമ്പോൾ ഞാൻ വൈഫിനെ ചിലപ്പോൾ പണ്ട് വഴക്കൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ഡയറിയിൽ എഴുതി വയ്ക്കും, ഇന്ന് എത്ര മണിക്ക് ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. നമ്മുടെ കൊച്ചു ഡയറിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴൊന്നുമല്ല പണ്ട്. നിങ്ങൾ കാണുമ്പോൾ ഇപ്പോഴും ഡയറി ഉണ്ടാകുന്ന കാര്യം ചോദിച്ചാൽ കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ സാക്ഷിയൊക്കെ പറയും പേടിയാണ്. ഹല്ലേലൂയ, സ്വത്രം.
ആമേ, വളരെ ഫ്രീ ആണ് വൈഫ്, കുഴപ്പമൊന്നുമില്ല, ചോദിക്കാം. ആമേ, സ്വത്രം ദൈവമക്കളെ. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് പറയാൻ വയ്യ, അവർക്ക് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ഡയറി ഇങ്ങനെ കാണിച്ചു, ചെറിയ ഡയറി, കൊച്ചു ഡയറി, പടമൊക്കെ വരയ്ക്കുന്ന കൊച്ചിലെ ഡയറി ഉണ്ട്. ഡയറി ഇങ്ങനെ കാണിച്ചു. ഞാൻ ഇന്ന് രാവിലെ ചേട്ടനെ കളിയാക്കി, പക്ഷേ ചേട്ടൻ ജനിക്കാൻ കാരണം യേശു ക്രിസ്തുവാണെന്ന് അപ്പച്ചി മുഖാന്തരം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ്റെ ദൈവം ഇന്ന് മുതൽ എൻ്റെയും കൂടെ ദൈവമാണെന്ന് ഞാൻ സമ്മതിക്കുന്നുമുണ്ട്. ജയശ്രീ, അവളെ പേര് ജയശ്രീ എന്നാണ്, ജയശ്രീ എന്ന് എഴുതി ഒപ്പിട്ട് വെച്ചേക്കുന്നത്. എന്നെ പറയാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഡയറി കാണിച്ചു. ഞാൻ വായിച്ചപ്പോൾ അവൾ ഇങ്ങനെ കരയുകയാണ്, അവൾ നിന്ന് കരയുന്നു. കാരണം രാവിലെ എന്നെ കളിയാക്കിയ വ്യക്തി. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ജനിക്കാൻ പോലും കാരണം, അപ്പോൾ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച കാര്യമൊക്കെ അമ്മേൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഈ അപ്പച്ചി പറഞ്ഞപ്പോഴാണ്, എൻ്റെ വൈഫ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഡീറ്റെയിൽസ് മനസ്സിലായത്. ആമേൻ, സ്വത്രം. അതിനു മുമ്പ് ഞാൻ കർത്താവിനെ അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ നിന്ന് അരിയൊക്കെ തരുമായിരുന്നു. കാരണം വീട്ടിൽ വയലൊക്കെ ഉള്ളതുകൊണ്ട് അരിയൊക്കെ തരുമായിരുന്നു. പക്ഷേ കർത്താവിനെ അറിഞ്ഞ് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് അരിയുടെ കാക്കയുടെ വരവൊക്കെ നിന്നു. അരി കിട്ടാതെയായി, അല്ലേ, കൊല കിട്ടാതെയായി. അപ്പം നമ്മൾ ഇതിലോട്ട് വന്നത് അവർക്ക് നാണക്കേടായി. ആമേൻ. എൻ്റെ വൈഫിൻ്റെ ആൾക്കാർ പറയുന്നത്, നീ അഴിച്ചുവിട്ട കാളെ പോലെ ഞങ്ങൾ വരരുന്നത്. ഞാൻ ഇതൊന്നും ഇല്ലല്ലോ, ഓർണമെൻറ്റ്സ് ഇടത്തില്ല, അതുകൊണ്ട് നിങ്ങൾ അഴിച്ചുവിട്ട കാളെ പോലെ ഞങ്ങളെ ഫംഗ്ഷനൊന്നും വരരുന്നു. കാരണം അവരുടെ ഫംഗ്ഷൻ നമ്മൾ ചെന്നാൽ അവർക്ക് നാണക്കേടായിരുന്നു. ആമേൻ. ഇന്ന് പറയത്തില്ല, ഇന്ന് ചോദിക്കും നിനക്ക് എപ്പോഴാണ് സമയം എന്ന് ചോദിക്കും. ഞങ്ങളെ കല്യാണമൊക്കെ നിശ്ചയിക്കണമെങ്കിൽ നിൻ്റെ സമയം പറയാൻ. ആമേൻ. ദൈവം മാറ്റിയതൊക്കെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അന്ന് ഈ വൈഫ് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ 8 മാസങ്ങൾക്ക് മുമ്പ് വൈഫ് കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്കും ആ കാസറ്റ് കണ്ടപ്പോഴത്തേക്കും ആണിയടിച്ച് രക്തം താഴേക്ക് ഒലിച്ച് വന്ന ആ യേശുവിൻ്റെ രക്തമാണല്ലോ എൻ്റെ അമ്മയുടെ രക്തസ്രാവം നിർത്തിയതെന്നുള്ള കാര്യം ഞാൻ 8 മാസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഇൻഷുറൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ടിരിക്കാനുള്ള വിളിയല്ല, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. ആമേൻ. യോബിലൊരു വാക്യമുണ്ടല്ലോ, നിങ്ങളാരും കാണാതെ, അല്ലേ, ആമേൻ, മറഞ്ഞു പോകേണ്ട വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ എന്നെ അങ്ങനെ നിർത്തിയെങ്കിൽ ഇനിയുള്ള ജീവിതം എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം. അങ്ങനെ ഞാൻ മനഃപൂർവ്വം ജോലി റിസൈൻ ചെയ്യാൻ ലെറ്റർ കൊടുത്തിട്ട് ഒരു 6 മാസം വെച്ചിരുന്നു. കാരണം എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ കമ്മീഷനും ശമ്പളമൊക്കെ വാങ്ങിക്കുന്ന വ്യക്തിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല ടീമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓഫീസേഴ്സിന് അത് നഷ്ടമാണ്. അതുകൊണ്ട് അത് റിസൈൻ ലെറ്റർ വെച്ചിരുന്നു. പക്ഷേ 6 മാസം കഴിയുമ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. അതുകൊണ്ട് വേറെ ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ വചനം പഠിക്കാനും കർത്താവിൻ്റെ വേണ്ടി നിൽക്കാനും ഇടയായി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നായാലും ദൈവം നിന്നെ വിളിക്കും. നീ എവിടെ പോയിരുന്നാലും, അല്ലേ, ആറാമടയിൽ പോയിരുന്നാലും പാറമടയിൽ പോയിരുന്നാലും ഏത് മടയിൽ പോയി ഒളിച്ചിരുന്നാലും ശരി, നിന്നെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ വിളിക്കും. അല്ലെങ്കിൽ RSSൻ്റെ ചിന്താഗതിയുള്ള, അല്ലെ, സായിബാബയുടെ ഭക്തനൊക്കെ ആയിരുന്ന എന്നെ ഹല്ലേലൂയ എന്ന് കർത്താവിൻ്റെ വചനം എടുത്തുകൊണ്ട്, അല്ലേ, പിന്നെ ആന്ധ്രയിൽ എത്ര പ്രാവശ്യം, ആന്ധ്രയിൽ പുട്ടപർത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സായിബാബയുടെ. അതിൻ്റെ അടുക്കൽ മാത്രമല്ല, ആന്ധ്രയിൽ വിശാഖപട്ടണത്ത് ഹൈദരാബാദിലൊക്കെ എത്രയോ പ്രാവശ്യം എനിക്ക് ഈ വചനവുമായിട്ട് പോകാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെയൊക്കെ പോയി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അല്ലെങ്കിൽ അവിടെ മിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ബൈബിൾ കോളേജ് ആന്ധ്രയിലുണ്ട്, വാറങ്കൽ എന്ന് പറയും. അവിടെയൊക്കെ പോയി പഠിപ്പിക്കാൻ ഒക്കെ. അപ്പോൾ സായിബാബയെ കാണാൻ വേണ്ടി പണ്ട് 7 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ 10-17 പ്രാവശ്യം കർത്താവിൻ്റെ വചനവുമായി പോകാൻ ദൈവം എന്നെ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് ഇപ്പം ഇങ്ങനെ പോകുന്നുള്ളത് അന്നറിയത്തില്ലല്ലോ, അല്ലേ. ആമേൻ, സ്വത്രം. നമുക്ക് വേണ്ടിയുള്ള ഭാവി ദൈവമാണ് ഒരുക്കി വെച്ചേക്കുന്നത്. സ്വത്രം.